എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 197 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനാണ് അല്ലേ. അതിൽ ആദ്യത്തെ നോക്കിയാൽ ഡ്രോ ദി പിക്ചേഴ്സ് ബിലോ അല്ലെ, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കണം. എന്താണ് ആദ്യത്തേത് 3 ഈക്വൽ ഐസോസെലസ് ട്രപ്പീസിയംസ് അല്ലെ. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇതെന്താണ് മറ്റുള്ളത്? തുല്യമായ 3 ഐസോസെലസ് ട്രപ്പീസിയം അല്ലെ, 3 സമപാർശ്വ ലംബകങ്ങൾ. അപ്പൊ 3 സമപാർശ്വ ലംബകങ്ങൾ ചേർന്ന ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ നോക്കിയേ, കണ്ടില്ലേ? ഒരെണ്ണം, ഇത് 2 എണ്ണം, ഇത് 3 എണ്ണം അല്ലെ. അപ്പൊ നമുക്കറിയാം സമപാർശ്വ ലംബകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതിന്റെ പാരലല്ലാത്ത 2 സൈഡുകൾ എന്തായിരിക്കും? തുല്യ നീളമുള്ളവയായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ നോക്കിയാൽ 3 എണ്ണം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിന്റെ പ്രത്യേക അളവുകളൊന്നും തന്നിട്ടില്ല അല്ലെ, അളവുകളൊന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ ചിത്രം, ഈ തന്നിട്ടുള്ള ചിത്രത്തിലെ അളവൊന്നും എടുത്തിട്ട് നമുക്ക് അതേ രീതിയിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി, കുറച്ചും കൂടി വലിയ ചിത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടി അളവ് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം അനുസരിച്ച് ഇത് എത്രയാണ്? ഏറെക്കുറെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഒരു 4.5 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഇതാണെങ്കിലോ ഇത് ഒരു 1.5 സെന്റിമീറ്റർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതേ അളവ് തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് താഴെ കണ്ടില്ലേ ഈ ഐസോസെലസ് ട്രപ്പീസ് ഒന്ന് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കിയാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് അങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഒന്നുകിൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ അതൊന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.5 സെന്റിമീറ്റർ കിട്ടുന്നത്, ഇത് 1.5 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ ആ അളവ് എടുക്കാം. അതിൽ കുറച്ചും കൂടി വലിയ ഫിഗർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ നമുക്കൊരു 6 സെന്റിമീറ്റർ എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 സെന്റിമീറ്റർ എടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു 6 സെന്റിമീറ്റർ കൊടുക്കുക. ഈ പാരലായ വശങ്ങൾ ഒന്ന് ഇത് അല്ലെ. അപ്പൊ ഇത് 6ഉം ഇത് 2ഉം നമ്മൾ എടുക്കുന്നു. നമുക്ക് നോക്കിയാൽ ഇത് 3 എന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 3 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കൂലേ. അതായത് ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. ആ ത്രികോണങ്ങൾ നമ്മൾ എന്താണ് പറയുക? ഇക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് പറയാം അല്ലെ, സമഭുജ ത്രികോണം എന്ന് പറയും. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും, 3 കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഈ കോണുകളൊക്കെ എത്ര ഡിഗ്രി വെച്ചായിരിക്കും ഉണ്ടാവുക? 60 ഡിഗ്രി അല്ലെ. അപ്പൊ 60, 60, 60 അങ്ങനെ മൊത്തം 180 ഡിഗ്രി. അതറിയാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ ഐസോസെലസ് ട്രപ്പീസിയം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആംഗിൾ നമുക്ക് അറിയണം അല്ലെ. ഈ 2 ആംഗിളും അറിയണം. അപ്പൊ ഈ ആംഗിൾ എത്ര വെച്ചായിരിക്കും? ഇവിടെ നോക്കിയാൽ ഈ മൊത്തം ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലെ. അതുപോലെ ഇതും 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60ന്റെ പകുതി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അതുപോലെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതും 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ കിട്ടി അല്ലെ. ഇനി നമ്മൾ മുമ്പ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, ഇത് 2 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് നോക്കിയാൽ ഈ വശത്തിന് പാരലായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഇങ്ങനെ ഒരു വര അല്ലെ. അതായത് ഇതിന് പാരലായിക്കൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് 2 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. ഈ നീളം 2 ആണെങ്കിൽ ഇതും 2 ആയിരിക്കും അല്ലെ. ആയിരിക്കും. ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിന് പാരലായിട്ടാണ് നമ്മളിവിടെ വരച്ചത് അല്ലെ. ഇതിന് പാരലായിട്ട് വരച്ചു. അപ്പൊ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് വരയ്ക്കാൻ പറ്റും? ഈ ഒരു ഐസോസെലസ് ട്രപ്പീസിയം നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ഈ സമപാർശ്വ ലംബകം നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയുമില്ല. അപ്പൊ നമ്മൾ തുടങ്ങാണല്ലോ. ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇവിടെ 6 ഞാനിപ്പോൾ 6 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് 6 സെന്റിമീറ്റർ ആദ്യത്തെ ലൈൻ ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത് 6 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ നമുക്ക് വേണ്ട ഈ ഇതാണ് വരയ്ക്കുന്നത് ഫസ്റ്റ് അല്ലേ. ഇവിടെ എത്ര ആംഗിൾ ആണ്? 30 ഡിഗ്രി അല്ലേ. പ്രൊട്രാക്ടർ എടുത്തിട്ട് 30 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്യുക, അത് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതേപോലെ നോക്കിയാൽ 10, 20, 30 അല്ലെ. 30 ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടം വരെ 2 സെന്റിമീറ്റർ അല്ലേ. അതായത് ഈ നീളം 2. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ നിന്ന് ഇവിടെ എത്ര ഉണ്ടായിരിക്കും? മൊത്തം 6 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 4 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ഒരു പോയിന്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ 4 സെന്റിമീറ്റർ പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് എന്ത് വേണം? ഈ ആംഗിൾ 30 തന്നെ ആണല്ലോ അല്ലെ. നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ ഇപ്പൊ പോകണത് നമ്മൾ കണ്ട ഈ പോയിന്റ് നമുക്ക് കിട്ടണം. അപ്പൊ ഈ ആംഗിൾ എത്ര? 30. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നോക്കിയത് കണ്ട, പ്രൊട്രാക്ടർ കൃത്യമായിട്ട് വെച്ചു. ഇനി നോക്കിയാൽ 10, 20, 30. 30ൽ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റും നമ്മൾ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, കണ്ട. അപ്പൊ യോജിപ്പിക്കുമ്പോൾ നോക്കിയാൽ ഈ പോയിന്റിലേക്ക് പോകണമെന്നില്ല അല്ലേ. ഇത് കറക്റ്റ് ആയതിനു ശേഷം നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള മാത്രം ഇങ്ങോട്ട് വരച്ചാൽ മതി അല്ലേ. വരച്ചു അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ നീണ്ടിക്കുണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് മാറ്റി കളയാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ പോയിന്റ് കിട്ടി
അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ ആണ്, അതായത് ഇതിന് പാരലായിക്കൊണ്ട് ഒരു 2 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണം 2 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുക. ഏതിന്? ഇതിന് ഈ വരയ്ക്ക് പാരലായിക്കൊണ്ട് വരയ്ക്കാം. ഓക്കെ, കണ്ടില്ലേ? 2 സെന്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് ഈ പോയിന്റ് കിട്ടിയാലും ഇപ്പോൾ കിട്ടിയല്ലേ? ഇനി ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, കൂട്ടി യോജിപ്പിച്ചല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ഒരു സമപാർശ്വ ലംബകം നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് വളരെ എളുപ്പം കഴിയും. കാരണം എന്താണ്? ഇവിടെ നോക്കിയാൽ ഈ വശവും ഈ വശവും ഈ വശമൊക്കെ നീളാണല്ലോ, അതായത് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണല്ലോ, സമഭുജ ത്രികോണാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നീളം തന്നെയായിരിക്കും അല്ലെ ഇവിടേക്കും വരാം, ഇവിടേക്കും വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമ്പസ് എടുത്തിട്ട് ഈ നീളം നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ നീളം ഇവിടെ തന്നെ കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുക. അപ്പൊ ഈ 2 ആർക്കും കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടി. അതാണ് ഈ പോയിന്റ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ നോക്കിയേ, ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? അതേ അളവ് തന്നെ കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഞാൻ ഇവിടെയും ആർക്ക് വരയ്ക്കുന്നു. ഇപ്പൊ നോക്കിയാൽ 2 ആർക്കും കൂട്ടിമുട്ടി അല്ലേ? ഇതാണ് നമ്മുടെ ഈ പോയിന്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിലും കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ വേണം ഒരെണ്ണം അല്ലേ? അതിനെന്ത് ചെയ്യണം? നോക്കിയാൽ ഇവിടെയും ഈക്വലായിട്ട് ട്രയാങ്കിൾ തന്നെയാണ് അല്ലേ? ഇത് 3 തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നീളം തന്നെ ആയിരിക്കും ഇത്, തന്നെ ആയിരിക്കും ഇത്. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് ഈ നീളം കോമ്പസിൽ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഈ നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ അളവ് ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നോക്കിയേ, ഈ അളവ് ഞാൻ കോമ്പസിൽ എടുത്തിട്ട് കണ്ട ഇവിടെ ഞാൻ ആർക്ക് വരച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇവിടെയും ആർക്ക് വരച്ചല്ലേ? ഇപ്പൊ ഈ പോയിന്റ് കിട്ടിയാലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പൊ കണ്ട, ഇപ്പൊ നമുക്ക് ഇവിടെ ത്രികോണം കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. നോക്കിയാൽ ഇതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടി അല്ലേ? ഇത് നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരച്ചാണ് അല്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് മാറ്റി കൊടുക്കാം അല്ലേ? നമുക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് അത് മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ ഇത് ഡോട്ടൽ ലൈൻ ഇട്ട് വരച്ചാലും മതി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ 3 അതർ ഈക്വൽ ഐസോസെൽസ് ട്രപ്പീസിയംസ്, അതായത് തുല്യമായ 3 സമപാർശ്വലംഘങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇവിടെ നോക്കിയാൽ ഇതും ഇത് 3 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സമപാർശ്വലംബങ്ങളാണ്. അപ്പൊ ഇവിടെയും നമുക്ക് കൃത്യമായ അളവുകൾ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഒന്ന് നമ്മൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൊത്തം വശം 4.5 ആണ്, ഇത് 1.5 ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു കുറച്ചും കൂടി വലിയ ഫിഗർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് അളവ് ചെറിയൊരു വ്യത്യാസപ്പെടുത്താം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ നമുക്കൊരു 6 സെന്റിമീറ്റർ എടുത്ത് വിചാരിക്കാം. ഇത് മൊത്തം ഒരു 6 എടുക്കുക. ഇവിടെ നമുക്ക് ഇത് ഒരു 2 സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെ വരയ്ക്കേണ്ടി വരും? ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ലെ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആയിരിക്കും ഇവിടെയും വരിക അല്ലെ? അപ്പൊ ഇതും 2 സെന്റിമീറ്റർ. അപ്പൊ ഒന്നുകിൽ നമുക്ക് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 60 ആയതുകൊണ്ട് നേരത്തെ വരച്ച അതേപോലെ ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ 60 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 2 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ 60 ഡിഗ്രിയിൽ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഈ 2 സെന്റിമീറ്റർ കണ്ടില്ലേ? ഇവിടെ നിന്ന് 60 എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെ? എന്നിട്ട് ഇത് നോക്കിയാൽ ഇതിന് പാരലായിക്കൊണ്ട് ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ഇത് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് മറ്റുള്ളത് വരയ്ക്കാൻ പറ്റും അല്ലേ? പക്ഷെ അതിനേലും നമുക്ക് വരയ്ക്കാൻ വളരെ എളുപ്പമായ രീതി ഏതാണ്? വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും ഈ ഫിഗർ തന്നെ. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാൻ നോക്കിയാൽ ഇത് അല്ലെ? ഈ വശവും ഈ വശവും ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ? അതായത് ഇവിടെ നോക്കിയാൽ ഈ 3 സൈഡിലും ഒരേ വശങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ? ഇവിടെ നോക്കിയാൽ ഈ വലിയ വശം, പിന്നെ നമുക്ക് ഈ ചെരിഞ്ഞൊരു വശം, ഇവിടെ ഈ വലിയ വശം, ചെരിഞ്ഞൊരു വശം അല്ലെ? അതുപോലെ ഇവിടെ ഈ വലിയ വശം, ഇവിടെയും ഈ ചെരിഞ്ഞ, അതായത് പാരലല്ലാത്ത വശം അല്ലെ? ഇപ്പൊ ഇതാണ് ഇവിടെ 3 സൈഡിലും. അതായത് ഇതെന്താണ്? ഇപ്പോ 3 തുല്യ നീളങ്ങളായിരിക്കും, അതായത് നമുക്ക് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇത് വളരെ എളുപ്പത്തിൽ വരയ്ക്കുകയാണ്. ആദ്യം എന്ത് ചെയ്യാം? ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ നമുക്കൊരു 6 സെന്റിമീറ്ററിൽ ഫസ്റ്റ് ഞാനൊരു വര വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ 6 സെന്റിമീറ്ററിൽ ഫസ്റ്റ് ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് എടുത്തിട്ട് 6 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കുക. ഇതേ അളവ് അല്ലെ? 6 സെന്റിമീറ്റർ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ ഇതേ 6 സെന്റിമീറ്റർ ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരച്ചു അല്ലേ? ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഈ ഈക്വലായിട്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നോക്കിയാൽ ഇത് അല്ലെ? ഈ വശം നമ്മൾ വരച്ചു. ഇത് 6 സെന്റിമീറ്റർ. നമുക്ക് എന്ത് ചെയ്യാം? 2 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരേ പോയിന്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും 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 അങ്ങനെ 2 സെന്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 3 കഷ്ണങ്ങളാക്കാം. ഓക്കെ, കണ്ടില്ലേ? 3 വശങ്ങൾ ഞാൻ 2 സെന്റിമീറ്റർ വെച്ചിട്ട് 3 കഷ്ണങ്ങളാക്കി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം നോക്കിയാൽ ഈ പോയിന്റും തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയാൽ ഇതും
ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ 2 പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമില്ലാത്ത 3 വരകളുണ്ട്, അത് അങ്ങോട്ട് മായ്ച്ച് കളയാം അല്ലേ. ഏതാണിത്? ഇവിടെ നോക്കിയാൽ ഈ ലൈൻ ആവശ്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇത് മായ്ച്ച് കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ട, ഇവിടെ അല്ലേ, ഇത് ആവശ്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇത് മായ്ച്ച് കളയാം. ഇനി നമുക്ക് ഈ വരയും കൂടി മായ്ച്ച് കളയാം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇതേ ഫിഗർ തന്നെ കിട്ടി അല്ലേ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ കളർ അടിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ അതും കൂടിയും ചെയ്യാം. ഇനി നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തത്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചിത്രം. 6 ഈക്വൽ ഐസോസെൽസ് ട്രപ്പീസിയംസ് അല്ലെ. അതായത് 6 തുല്യമായ ഐസോസെൽസ് ട്രപ്പീസിയം സമപാർശ്വ ലംബകങ്ങൾ. നോക്കിയാൽ 1, 2, 3, 4, 5, 6 അല്ലെ, 6 എണ്ണം. അപ്പൊ ഇവിടെയും നമുക്ക് അളവുകളൊന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ 6 എണ്ണത്തില് ഇതാണ് ആദ്യത്തത് അല്ലെ, ആദ്യത്തത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് ഈ പാരൽ 2 ലൈനുകൾ ഇവിടെ നമുക്കൊരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ അളവ് നമ്മൾ ഒരു 3 സെന്റിമീറ്റർ എടുത്തു. ഇനി നമുക്കിത് അല്ലെ, പാരലായ 2 വശങ്ങൾ, ഇത് നമുക്കൊരു അതിന്റെ പകുതി 1.5 സെന്റിമീറ്റർ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇത് വരയ്ക്കണം അല്ലെ. അപ്പൊ ഇത് വരയ്ക്കാൻ നോക്കിയേ എന്ത് വേണം? ഈ നീളം നമ്മൾ എടുത്തു, ഇതും കിട്ടി അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് നോക്കിയേ ഈ വശങ്ങളൊക്കെ തുല്യമായിരിക്കും അല്ലെ. അതായത് ഇതെന്താണ്? ഒരു സമഷഡ്ഭുജമാണ് അല്ലെ, അതായത് റെഗുലർ ഹെക്സഗൺ ആണിത്. അപ്പൊ നമുക്കറിയാം റെഗുലർ ഹെക്സഗണിന്റെ ഈ ആംഗിളുകളൊക്കെ എത്ര ഉണ്ടായിരിക്കും? 120 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ഒരേ ആംഗിളുകളും 120 ഡിഗ്രി വെച്ചായിരിക്കും ഉണ്ടാവുക, 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, അതായത് ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ. ഇത് മൊത്തം 120, ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 120ന്റെ പകുതി 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെയും 60 ഡിഗ്രി. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 1.5 അല്ലെ. അപ്പൊ ഇതിന് പാരലായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈൻ ഭയങ്കര വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് 1.5 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 1.5 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഈ 60 അല്ലെ, ഇതേ ചെരുവാണ് ഇവിടെയും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും നമുക്ക് 60 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇത് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ അളവുകളൊക്കെ കിട്ടിയാലോ. ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 3 സെന്റിമീറ്റർ ആദ്യം നമുക്ക് ഈ സൈഡ് നമുക്ക് വരയ്ക്കാം. അപ്പൊ ഓക്കെ, 3 സെന്റിമീറ്റർ ഇത് വരച്ചു അല്ലെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 60 ഡിഗ്രി അല്ലേ. അപ്പൊ 60 ഡിഗ്രിയിൽ ഈ ലൈൻ നമുക്ക് വരയ്ക്കാം അല്ലെ. അപ്പൊ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് വരയ്ക്കാം. അപ്പൊ ഇത് പ്രൊട്രാക്ടർ കറക്റ്റ് ആയിട്ട് വെച്ചു. ഇനി എന്ത് വേണം? നമുക്ക് 60 ഡിഗ്രി അല്ലെ, 10, 20, 30, 40, 50, 60 ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കണം അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ വര കുറച്ചങ്ങോട്ട് നീണ്ടു കിടന്നോട്ടെ, അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീണ്ടു കിടന്നോട്ടെ. ഓക്കെ, അതെ, ഞാൻ കുറച്ച് നീട്ടി അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 1.5 ആണ് അല്ലെ, 1.5 അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 1.5 സെന്റിമീറ്റർ എടുക്കുന്നു. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതെ, ആ പോയിന്റ് എനിക്ക് കിട്ടി അല്ലെ, 1.5 കിട്ടി. ഇനി എന്ത് വേണം? ഇവിടെ 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 60 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ച് ഞാൻ എന്ത് കിട്ടും? നമുക്ക് നേരത്തെ മുമ്പ് ചെയ്ത പോലെ അല്ലെ, ഇപ്പൊ കൂട്ടിമുട്ടും. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടി. കണ്ട, അപ്പൊ ഇവിടെ നിന്ന് ഇതിപ്പോ നമ്മൾ എടുത്ത 60 ഡിഗ്രി. ഇനി നമ്മൾ ഇവിടെ നിന്ന് 60 ഡിഗ്രി എടുക്കുന്നു. 10, 20, 30, 40, 50, 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റും ഈ പോയിന്റ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. അപ്പൊ യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കണ്ട, പോയിന്റ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് വരച്ചാൽ മതി. നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ആവശ്യമില്ല അല്ലെ. ദേ ഇത്ര വരച്ചാൽ മതി. ദേ ഇത്ര വരച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടി. കണ്ട, ഈ പോയിന്റ് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 സെന്റിമീറ്റർ അല്ലേ. അതായത് ഇതിന് പാരലായിക്കൊണ്ട് നമുക്ക് ഇതിന് പാരലായിക്കൊണ്ട് ഇവിടെ നിങ്ങോട്ട് 1.5 സെന്റിമീറ്റർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇതിന് പാരലായിട്ട് ഇതേ ഈ അളവ് അല്ലെ, 1.5 സെന്റിമീറ്റർ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇത് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ യോജിപ്പിക്കണം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഇങ്ങോട്ട് നീട്ടി വരച്ചില്ലേ, അതുപോലെ ഈ ലൈൻ കുറച്ചങ്ങോട്ട് നീണ്ടു കിടന്നോട്ടെ. അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. മനസ്സിലായില്ലേ? കുറച്ചങ്ങോട്ട് നീണ്ടു കിടക്കട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ റെഗുലർ ഹെക്സഗൺ വരയ്ക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിൾ 60 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 60 ആയിരിക്കും. അതായത് ഇതെന്താണ്? ഒരു സമഭുജ ത്രികോണാണ് അല്ലെ. അപ്പൊ നമ്മൾ റെഗുലർ ഹെക്സഗൺ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് കണ്ട, കൃത്യമായിട്ട് ഈ നീളം ഒക്കെ തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ കണ്ട ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുന്നു. ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്കറിയാം നോക്കിയാൽ ഇതേ നീളം തന്നെയായിരിക്കും അല്ലെ, ഇതേ നീളം തന്നെയായിരിക്കും ഇവിടെയും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം?
ഈ 2 പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മൾ നീട്ടി വരയ്ക്കാൻ പറഞ്ഞത്, കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നീട്ടി വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നീട്ടി വരച്ചത് കൊണ്ടാണ്ട ഈ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഇതിനിടയിലുള്ളൊരു പോയിന്റ് കിട്ടണം അല്ലേ? അതിനെന്ത് ചെയ്താൽ മതി? ഈ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ കോമ്പസിൽ ഈ അളവ് അല്ലേ, ഇത് കറക്റ്റായിട്ട് ഈ അളവ് എടുത്തിട്ട് എന്ത് ചെയ്യാം? നാം ഈ ആർക്ക് എന്നൊക്കെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ ഈ കൂട്ടിമുട്ടി ഈ പോയിന്റാണ് നമ്മുടെ ഏത് പോയിന്റുകൾ? ഈ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, ഇതും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, ഇതും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഈ ഒരു ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ഇതേപോലെ ഉള്ളിൽ ഒരെണ്ണം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? അതിനെ നോക്കിയാൽ ഇതേ നീളം അല്ലേ, ഇതാണ് ഒരു നീളം, ഒരു സൈഡിന് നീളം, അതേ നീളം തന്നെയായിരിക്കും ഇവിടെ ഒക്കെ വരാം അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? കോമ്പസ് എടുത്തിട്ട് ഈ അളവ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേ അളവ് തന്നെ എടുക്കുക. കണ്ടാ, ഈ ഒരു സൈഡിൻ്റെ അളവ് എടുത്തിട്ട് നമ്മളിതേ ഇത് വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഇവിടെ കുത്തിയിട്ട് ഇത് ഈ അളവ് എടുത്ത് നമ്മൾ സർക്കിൾ വരച്ചു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റ് കിട്ടി അല്ലേ? ഈ 2 പോയിന്റും കിട്ടി, ഈ 2 പോയിന്റ് കിട്ടി. ഇനി ഇവിടുത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ പോയിന്റ് കിട്ടണം അല്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ എടുത്ത ഈ അളവ് തന്നെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ കണ്ട, നമ്മൾ നോക്കിയ ആ അളവ് തന്നെ അല്ലേ? അതേ സൈഡിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ ചെയ്യാൻ ഒരു ആർക്കിനെ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്തു? ഞാൻ കട്ട് ചെയ്യുന്നു. കണ്ട, അപ്പോൾ നമ്മൾ 2 സൈഡിലും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയാൽ ഇല്ലേ, ഇത് 2 കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നോക്കിയാൽ ഈ ഉള്ളിൽ കുറച്ച് വരകളുണ്ട്, അത് നമുക്ക് മായ്ച്ച് കളയാം. അപ്പോൾ നമുക്ക് ഇതേ ഫിഗർ തന്നെ കിട്ടിയില്ലേ? ഇനി വേണമെങ്കിൽ നോക്കിയാൽ ഞാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് കടുപ്പിച്ച് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ നിങ്ങൾ കളർ ഒന്ന് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കി കിട്ടുന്നത്. ഇന്ന് നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.